ഹായ് മേരെ പ്യാരെ ദോസ്തോ സബ്കോ ആദാബ്. +1 ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ ഫൈനലി നാളെയാണ് നമ്മുടെ ഉറുദു എക്സാം അല്ലേ. 80 മാർക്കിനാണ് ഉറുദു എക്സാം വരുന്നത്. മക്കളെ, നാളത്തെ എക്സാമിന് വരുന്ന ഏകദേശം എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിഥിലാജ് സർ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾ ഉറുദു പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നമ്മൾ ഇന്ന് ലൈവ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങൾ നിർബന്ധമായിട്ടും ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാട്ടോ. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ് വരെ നമ്മൾ 40 മാർക്കിനായിരുന്നു എക്സാം എഴുതിയിരുന്നത്. അതുപോലെ അല്ലല്ലേ, +1 80 മാർക്കിന് നമ്മൾ എക്സാം എഴുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഓരോ ചോദ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഓരോ ചാപ്റ്ററും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ദേഖിയേ, ഒന്നാമത്തെ യൂണിറ്റിനകത്ത് 3 ചാപ്റ്ററുകൾ ഉണ്ട്. ആത്തി ഹേ ഉറുദു ജബാൻ ആത്തെ ആത്തെ എന്നുള്ള ചാപ്റ്ററിനകത്ത് ആപ്കാ പ്യാരാ ഗാന്ധി, ആദ്മി നാമ, റുബായി, ഓക്കെ, ഇവയൊക്കെയാണ് നമുക്ക് ഈ 3 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിനകത്തോ സബ്സെ പ്യാരാ ഗുലിസ്ഥാൻ ഹമാര, അവിടെ ടോബ ടിക് സിംഗ് എന്ന അഫ്സാന നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ചെറുകഥ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ താജ്മഹൽ എന്ന നസമ് പഠിക്കാനുണ്ട്. ഏക് ആസാദി കാ മുത്തവാല ഒരു ഡ്രാമയാണ്. അതുപോലെ ഫൻ കി ദുനിയ മൻ കി ദുനിയ എന്ന യൂണിറ്റിനകത്ത് ഒരു ഗസല്, അതൊരു നസമാണ്, ഒരു ഗസൽ നമുക്ക് പഠിക്കാണ്ട്. അതുപോലെ മസ്മൂൻ ഒരു ലേഖനം പഠിക്കാണ്ട്. ഹേ ജിസ്കി ജബാൻ ഉറുദു കി തരഹ്, അതുപോലെ തന്നെ ഒരു ഗസല് നാസിർ ഖാസിമിയുടെ ഒരു നസമും നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഏകദേശം 9 ചാപ്റ്ററുകളാണ് നമുക്ക് ഈ വരുന്ന എക്സാമിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, ഈ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആപ്കാ പ്യാരാ ഗാന്ധി. ആപ്കാ പ്യാരാ ഗാന്ധി എന്നുള്ള ചാപ്റ്ററാണ്. ഗാന്ധിജിയെ കുറിച്ച് അറിയാം അല്ലേ. ഗാന്ധിജിക്ക് ഉറുദു ഭാഷ വളരെയധികം ഇഷ്ടമായിരുന്നു. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഷ കൂടിയായിരുന്നു ഉറുദു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? ഉറുദുവിൽ ഹത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഹത്ത് നമ്മുടെ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നു. ഗാന്ധിജി എഴുതിയ ഹത്ത്. ആർക്കാണ് ഗാന്ധിജി ഹത്ത് എഴുതുന്നത്? സുഹ്റ അൻസാരി എന്ന പെൺകുട്ടിക്കാണ്. എവിടെ നിന്നാണ് കത്ത് എഴുതുന്നത്? യെർവാദ എന്ന ജയിലിൽ വെച്ചിട്ട് ഗാന്ധിജി സുഹ്റ അൻസാരി എന്ന പെൺകുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കത്തയക്കുന്നുണ്ട്. ആ കത്തിന്റെ മോഡലുകളാണ് നമുക്ക് ഇവിടെ നൽകിയ ചിത്രങ്ങൾ. എന്നാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് സുഹ്റ അൻസാരിക്ക് എഴുതിയ കത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു 1 വേർഡ് ചോദ്യമാണ് ഉറുദുവിനെ മക്തൂബ് നിഗാറോം കി. മക്തൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹത്തിന്റെ ജമ്മാണ് ഹത്ത്. ഓക്കെ, ഹത്ത് ഖുത്തൂത്ത്, ഖത്തുകൾ എഴുതുന്ന. നിഗാറോംകി നാം ലിഖിയെ, പ്രശസ്തരായിട്ടുള്ള ഉറുദു ഖുത്തൂത്ത് എഴുത്തുകാർ. നമുക്കറിയാം, മീർസ ഗാലിബ് ഒരു കവിയാണ് അല്ലേ, ഗസൽ എഴുത്തുകാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്തുമാണ്? അദ്ദേഹം എന്താണ്? ഒരു ഖുത്തൂത്ത് നിഗാറും കൂടിയാണ്, മക്തൂബ് നിഗാരാണ്, ഒരു ഖത്ത് എഴുതുന്ന ഒരാളും കൂടിയാണ് മീർസ ഗാലിബ്. അതുപോലെ മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു മക്തൂബ് നിഗാറാണ്. അപ്പൊ 2 ആളുകളെ നമ്മൾ പഠിച്ചു. ഇനി അവിടെ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഗാന്ധിജിക്ക് സാത്ത്, ഗാന്ധിജിയോട് കൂടെ ജയിൽ ഖാനേമേ, ജയിലിൽ കോൻ കോൻ തേ, ആരെല്ലാം കൂടെ ഉണ്ടായിരുന്നു? യെർവാദ എന്ന ജയിലിൽ ഗാന്ധിജിയോട് കൂടെ മറ്റ് ആരൊക്കെയോ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്യും. അവിടെ ഗാന്ധിജി കത്തിലൂടെ പറയാണ്, അബ് ഹം സബ് ഖുദാ സേ മാംഗേംഗെ. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ദൈവത്തിനോട് ആവശ്യപ്പെടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം കെ ബേച്ച് മേ ബി, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങൾക്കിടയിലും ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ, ബീച്ച് ബേ ബി ഇടയിലും മലാപ്പ് പൈതാക്കർക്ക് ഒരു ഐക്യമുണ്ടാകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. ഓക്കെ, ജബ് തക്കിയെ നെഹി ഹോത്ത, എപ്പോഴാണോ ഇത് ഉണ്ടാകാതിരിക്കുന്നത്? മുജേ പൂരി ശാന്തി നെഹി ഹോ സക്തിയെ, എനിക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല എന്ന് ഗാന്ധിജി പറയാണ്. ഗാന്ധിജിക്ക് ഇസ് കൗൽ പർ, ഗാന്ധിജിയുടെ ഈ ഒരു ആശയത്തിൽ ആപ്കാ ഖയാലാത്ത് ബാസി കീജിയെ, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം വിശദീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു 5 മാർക്കിൻ്റെ 6 മാർക്കിനൊക്കെ ചോദ്യം വരാം. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ചോദ്യം നമ്മൾ പഠിച്ചിരിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗാന്ധിജിക്ക് ഇസ് ഹത്ത് കെ, ഗാന്ധിജിയുടെ ഈ ഒരു ഹത്ത് ഉണ്ടല്ലോ, ഇസ് ഹത്ത് കെ ജവാബ് മേ, മറുപടിയായിട്ട് സുഹ്റ കി ജവാബി ഹത്ത്, സുഹ്റ അൻസാരി എഴുതുന്ന ജവാബി ഹത്ത് തയ്യാർ കീജിയെ, മറുപടി ഹത്ത് തയ്യാറാക്കാനും പറയും.
ഓക്കെ, ഗാന്ധിജി എഴുതുന്ന ഈ കത്തിന് ഒരു തിരിച്ച് മറുപടി കത്ത് നമ്മൾ എക്സാമിന് നമ്മൾ തയ്യാറാക്കേണ്ടി വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ടൈപ്പ് 2 ചോദ്യങ്ങളാണ്, അത് പഠിക്കുക. അതുപോലെ ഗാന്ധിജിയോട് കൂടെ ജയിലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഏത് ജയിലിലാണ് ഗാന്ധിജി കിടന്നിരുന്നത്, അതുപോലെ ഉറുദുവിലെ പ്രശസ്തരായിട്ടുള്ള ഹത്ത് നിഗാറുകൾ ആരൊക്കെയാണെന്നും കൂടി പഠിച്ചു വെക്കുക. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ആദ്മി നാമ. ആദ്മി നാമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു നസമാണ് അല്ലെ, ഒരു നസമാണ്. ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് ആരാണ്? നസീർ അക്ബർ ആബാദിയാണ്. നോക്കൂ, നസം കാ ലാവി മാന ക്യാ ഹെ, നസം കാ ലാവി മാന, നസമിന്റെ ലാവി മാനയായിട്ട് വരുന്നത് ലഡി മോത്തി പിറോന. ഓക്കെ, ലഡിമെ മോത്തി പിറോന എന്നാണ്, ലഡിമെ മോത്തി പിറോന എന്നാണ് നസം കാ ലാവി മാനയായിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഉറുദു കെ പഹലെ അവാമി ഷായർ കോൻ ഹെ, ഉറുദുവിലെ ആദ്യത്തെ അവാമി ഷായറായിട്ട് അറിയപ്പെടുന്നത് ഈ ആദ്മി നാമ എന്ന നസം എഴുതിയ നസീർ അക്ബർ ആബാദിയാണ് കേട്ടോ. നസീർ അക്ബർ ആബാദിയാണ് ഉറുദു കെ പഹലെ അവാമി ഷായറായിട്ട് വരുന്നത്. ഇനി നമ്മോട് ചോദിക്കുന്നത് നസീർ അക്ബർ ആബാദി पर एक നോട്ട് തയ്യാർ കീജിയെ, നസീർ അക്ബർ ആബാദിയെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാമോ എന്നുള്ള ചോദ്യം വരും. ഓക്കെ, അത് പഠിച്ചിരിക്കുക. ഇനി നോക്കൂ, അദ്ദേഹം എഴുതിയിരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ആദ്മി നാമ എന്ന ഈ നസമിലെ ഒരു വരികളാണ് ഷെയ്താൻ ബി ആത്മി ഹെ, ഷെയ്താൻ ബി ആത്മി ഹെ ജോ കർത്താ ഹെ മക്രോസ്, അതുപോലെ ഔർ ഹാദി വ റഹ്നുമാ ഹെ സോഹെ വോ ബി ആത്മി. ഓക്കെ, ആത്മീ നാമ എന്ന നസമിലെ പ്രശസ്തമായിട്ടുള്ള വരികളാണ്. ഈ വരി നിന്നിട്ട് നമ്മോട് ചോദിക്കും ആജ് കെ ഹാലാത്ത്, ഇന്നത്തെ അവസ്ഥയുടെ പേഷ് നസർമേ, ഇന്നത്തെ അവസ്ഥയുടെ കാഴ്ചപ്പാടിൽ ഈ ഷീർ കി വസാത്ത് കീജിയെ, ഈ ഒരു വരിയെ വിശദീകരിച്ചാലും. ഓക്കെ, അപ്പം അദ്ദേഹം ഈ ഒരു ആത്മീനാമ എന്ന നസമിലൂടെ മനുഷ്യന്റെ വ്യത്യസ്ത അവസ്ഥകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അല്ലെ, വ്യത്യസ്ത അവസ്ഥകൾ അദ്ദേഹം ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ആത്മീനാമ എന്ന നസം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്തത് ഒരു റുബായി ആണ്. रुबाई तो हाथ को जब हाथ में ले लेती है, दुख दर्द जमाने के मिटा देती है, संसार के फपते हुए वीरान में सुख शांति की गोया हरी हरी खेती എന്ന് തുടങ്ങുന്ന റുബായി ആണ്. ഐക്യത്തെക്കുറിച്ച്, നമ്മുടെ സൗഹൃദത്തെക്കുറിച്ചൊക്കെയാണ് ഈ റുബായിലൂടെ പറയുന്നത്. ചാർ മിസ്രി വാലി നസം കോ റുബായി കത്തേം, എന്താണ് റുബായി എന്ന് നമ്മോട് ചോദിക്കും. അതായത് റുബായി എന്ന് പറഞ്ഞാൽ 4 വരി കവിതക്കാണ് റുബായി എന്ന് പറയാ. ഇതൊരു 1 വേർഡ് ചോദ്യമായിട്ട് വരും കേട്ടോ. റുബായി ഗോ ഷൂറാക്കി നാം ലിഖിയെ, റുബായിയുടെ പ്രശസ്തരായിട്ടുള്ള കവിമാർ ആരൊക്കെയാണ്? ഗസൽ പോലെ മറ്റൊരു ഷായരി സിൻഫാണ് റുബായി എന്നത്. ഈ റുബായിയുടെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ ആരൊക്കെയാണെന്നുള്ള ചോദ്യം, അതിന് ആൻസർ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ റുബായി കാ ദൂസരാ നാം ക്യാ ഹെ, റുബായിയുടെ മറ്റൊരു പേരെന്താണ്? അതും 1 വേർഡ് ചോദ്യമാണ്. ഇവിടുന്ന് വരുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു എസ്സേ ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഇസ് റുബായി കാ, തന്നിരിക്കുന്ന ഈ 4 വരി അടങ്ങുന്ന നമ്മുടെ ഈ റുബായില്ലേ, ഈ വരിയുടെ ഇസ് റുബായി കാ, ഈ റുബായിയുടെ അപ്നി അൽഫാസ് മേ ബയാൻ കീജിയെ, നിങ്ങളുടേതായ രീതിയിൽ ഇതിന്റെ മഫ്ഹൂം ആശയം അപ്നെ അൽഫാസ് മേ, നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിലൂടെ ബയാൻ കീജിയെ, വിവരിച്ചാലും. എന്താണ് അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത്? ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, അതോടൊപ്പം തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ ഒരു ചോദ്യം കാണാൻ കഴിയും. റുബായി കാ ഖുസൂസിയാത് ക്യാ ഹെ നോട്ട് ലിഖിയെ, റുബായിയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ ഒരു നോട്ട് തയ്യാറാക്കാൻ. റുബായിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അല്ലെ, കേവലം 4 വരി മാത്രമാണോ റുബായി? അല്ല. അപ്പൊ റുബായിയുടെ പ്രത്യേകതകൾ എന്താണ്? നോട്ട് ലിഖിയെ എന്നുള്ള ചോദ്യം ഇവിടുന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ, ആദ്യത്തെ 3 യൂണിറ്റ്, ആദ്യത്തെ 3 ചാപ്റ്റർ, ഈ ഒരു 3 ചാപ്റ്റർ ആണ് ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. നോക്കൂ, രണ്ടാമത്തെ യൂണിറ്റിലോട്ട് വരുമ്പോൾ ടോബ ടീക്ക് സിംഗ് എന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു അഫ്സാനയാണ്. ആരാണ് ഈ അഫ്സാന എഴുതിയിരിക്കുന്നത്? സഹാദത്ത് ഹസൻ മണ്ടുവിന്റെ ചെറുകഥയാണ്. തെക്സീം ഹിന്ദുവായി അദ്ദേഹം എഴുതിയത്, അതായത് ഇന്ത്യൻ വിഭജനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു അഫ്സാനയാണ് ടോബ ടീക്ക് സിംഗ് എന്നത്. ഇവിടുന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫ്സാന ടോബ ടീക്ക് സിംഗ് കാ മർക്കസി കിർദാർ കോൻ ഹെ, കേന്ദ്ര കഥാപാത്രം ആരാണ്? മർക്കസി കിർദാർ കോൻ ഹെ, കേന്ദ്ര കഥാപാത്രം ആരാണ്? ബിഷൻ സിംഗ് എന്ന വ്യക്തിയാണ് കേട്ടോ. ഇനി അവിടുന്ന് ചോദിക്കുന്ന അടുത്ത 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം കൊണ്ട് പങ്കുവെക്കുന്നു. ഉറുദു കെ ചന്ദ്, ഉറുദുവിലെ ചില അഹം അഫ്സാന നിഗാർ, പ്രധാനപ്പെട്ട ചില അഫ്സാന നിഗാർ ചെറുകഥാകൃത്തുകളുണ്ട്. എനിക്ക് നാം ലിഖിയെ, അവരുടെ പേരെഴുതിയാലും. ഉറുദുവിൽ വേറെയും ഒരുപാട് അഫ്സാന നിഗാറുകളുണ്ട്.
ആര്? നമ്മുടെ സഹാദത്ത് ഹസൻ മണ്ടു അല്ലാതെ വേറെയും അഫ്സാന നിഗാറുകളുണ്ട്, അവരുടെ പേര് പഠിക്കാൻ. അതുപോലെ അഫ്സാന ടോബ ടി സിംഗ് കെ ഏക് അഹം കിർദാർ ഹെ. അഫ്സാന ടോബ ടി സിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ബിഷൻ സിംഗ് എന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമിന് എന്തായാലും ഇദ്ദേഹത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കാനുണ്ടാവും. ഉൻകെ കിർദാർ കെ ബാരെ മേ ലിഖിയെ. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ കിർദാരി നോട്ട്, കഥാപാത്ര നിരൂപണം, ഇവിടുന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എസ്സേ ടൈപ്പ് ചോദ്യമായിട്ട് വരും. ഓക്കെ അല്ലടാ? ഓക്കെ, അങ്ങനെയാണ് അടുത്തൊരു ചാപ്റ്റർ ആണ് താജ്മഹൽ. താജ്മഹൽ ഒരു നസമാണ് അല്ലേ? ആ നസം എഴുതിയിരിക്കുന്നത് ആരാണ്? നസം താജ്മഹൽ കാ ഷായിർ കോൻ ഹെ. ആരാണ് അതിന്റെ കവി? സാഹിർ ലുധിയാനവി എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് താജ്മഹൽ എന്നത്. അതിലെ പ്രശസ്തമായിട്ടുള്ള 4 വരികളാണിത്. ഉൻഗിന്ത് ലോകോനെ ദുനിയാമേ മുഹബ്ബത്ത് കി कौन कहते हैं कि सादिक न थे जज्बा उनके, लेकिन उनके लिए तशहीर का सामान नहीं, क्योंकि वो लोग भी अपनी ही तरह मुफलिस थे. उन अशआर का मफहूम अपने अल्फाज में बयान कीजिए. ഈ ഒരു വരികളുടെ ആശയം നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാലും എന്നുള്ള ചോദ്യം വരും. ഓക്കെ, അപ്പൊ താജ്മഹലിന്റെ പ്രശസ്തമായിട്ടുള്ള താജ്മഹൽ എന്ന നസമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 വരിയുടെ മഫ്ഹൂം എഴുതാൻ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ ഉറുദു നസം പർ ഏക് നോട്ട് ലിഖിയെ. ഉറുദു നസം, അതിലെ നസമിന്റെ പ്രത്യേകത എന്താണ്? കാവ്യ സിൻഫില് ഗസലുണ്ട്, റുബായി ഉണ്ട് അല്ലെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സിൻഫുകളുണ്ട്. അതിൽ നസമിന്റെ പ്രത്യേകത എന്താണ്? നോട്ട് ചെയ്ത് പഠിക്കാൻ. അതുപോലെ താജ്മഹൽ ഖുദ് അപ്നി കഹാനി കഹ്നാ ചാഹ്താ ഹൈ. താജ്മഹൽ സ്വന്തം തന്റെ കഥ ഇങ്ങനെ പറയാണ്. താജ്മഹൽ കി ആപ് ബീത്തി തയ്യാർ കീജിയെ. താജ്മഹലിന്റെ ആപ് ബീത്തി തയ്യാറാക്കാൻ, ആത്മകഥ തയ്യാറാക്കാൻ. മേ താജ്മഹലും, ഞാൻ താജ്മഹൽ ആകുന്നു. ഹിന്ദുസ്ഥാൻ കെ ആഗ്രാമേ ഖിയാം ഹെ. എന്റെ താമസം എവിടെയാണ്? ഇന്ത്യയിലെ ആഗ്ര എന്ന സ്ഥലത്താണ് ഞാൻ നിലകൊള്ളുന്നത്, ഞാൻ താമസിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു താജ്മഹലിനെ കുറിച്ചൊരു ആപ് ബീത്തി, ഒരു ആത്മകഥ തയ്യാറാക്കാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് ആസാദി കാ മുത്തവാല. ആസാദി കാ മുത്തവാല എന്ന് പറയുന്നത് ഒരു ഡ്രാമയാണ്. ഏക് താരീഖി ഡ്രാമ ഹെ. ഇതൊരു ചരിത്ര ഡ്രാമയാണ് അല്ലേ? എന്താണ്? തെഹ്രീക്കെ ഇഫാസത്ത് കെ ദോറാൻ. എന്താണ് തെഹ്രീക്കെ ഇഫാസത്ത്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് അതിനിടയിൽ മൗലാന ആസാദിന്റെ പേരിൽ വന്നിട്ടുള്ള ഏക് ഇൽസാം കെ മുഖദ്ദിമ, അദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ടുള്ള ഒരു ആരോപണത്തിന്റെ ഒരു കേസാണ്. ആ ആരോപണത്തിന്റെ ഒരു മുഖദ്ദിമ, ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ നടക്കുന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ട് മൗസൂ ബനാക്കർ, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ലിഖാ ഗയാ ഹെ ഇത് എഴുതിയിരിക്കുന്നത്. ഏത്? ആസാദി കാ മുത്തവാല എന്ന ഡ്രാമ മൗലാന അബുൽ കലാം ആസാദിന്റെ മേൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ മേലിൽ എന്തെന്ന് ഒരു ആരോപണം വന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഈ ഒരു ഡ്രാമയിലൂടെ പറയുന്നത്. നോക്കൂ, ഏക് ആസാദി കാ മുത്തവാല കിസ്ന ലിഖാ ഹെ. ആരാണ് ഏക് ആസാദി കാ മുത്തവാല എന്ന ഡ്രാമ എഴുതിയിരിക്കുന്നത്? കിസ്നെ ലിഖാ ഹെ. ആരാണ്? ഡ്രാമ ഇഹ്സാനുൽ ഹഖാണ് എഴുതിയിരിക്കുന്നത്. ഡ്രാമ എഴുതിയത് ആരാണ്? ഇഹ്സാനുൽ ഹഖാണ് ഈ ഡ്രാമ എഴുതിയിരിക്കുന്നത്. ഉറുദു ഡ്രാമ നിഗാറോ കി ഫിഹ്റസത്ത് തയ്യാർ കീജിയെ. ഉറുദു ഡ്രാമ നിഗാർ, പ്രശസ്തരായിട്ടുള്ള ഉറുദുവിലെ ഡ്രാമ നിഗാറുകൾ ആരൊക്കെയാണ്? ഡ്രാമ എഴുത്തുകാർ ആരൊക്കെയാണ്? അവരുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ. ഇപ്പൊ 2-3 ഉറുദുവിലെ പ്രശസ്തരായിട്ടുള്ള ഡ്രാമ നിഗാറുകളുടെ പേര് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ അബുൽ കലാം ആസാദ് കെ ബാരമേ. അബുൽ കലാം ആസാദ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലേ? മൗലാന അബുൽ കലാം ആസാദ് കെ ബാരമേ ആപ് ക്യാ ജാൻതേ ഹെ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാം മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച്? അദ്ദേഹത്തെ കുറിച്ചും ഒരു നോട്ട് തയ്യാറാക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്തതൊരു ഗസലാണ്. ഇഷ്ക് മുജ്കോ നഹി വഹ്ശത് ഹി സഹി, മേരി വഹ്ശത് തേരി ശുഹ്രത് ഹി സഹി, ഖത് കീജിയെ എന്നെ തഹല്ലുക്ക് ഹംസെ കുച്ച് നഹി തോ ഹദാവത് ഹി സഹി. തന്റെ പ്രണയിനിയോട് കാമുകൻ പറയുന്ന ചില കാര്യങ്ങളാണല്ലേ. അതായത്, നീ എന്നെ പ്രണയിക്കണ്ട, നീയും ഞാനും തമ്മിലുള്ള ബന്ധം കേവലം ഒരു വെറുപ്പെങ്കിൽ കൊണ്ട് നീ എന്നെ വെറുത്തോളൂ. ആ ഒരു വെറുപ്പ് കൊണ്ടെങ്കിലും ഞാൻ ജനങ്ങൾക്കിടയിൽ എന്താവട്ടെ, പ്രശസ്തി ആർജിക്കട്ടെ. അങ്ങനെയെങ്കിലും നീയും ഞാനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു കവിതയുടെ അർത്ഥമാണ്, ഗസലിന്റെ അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇത് ആരുടെ ഗസലാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആരുടെ ഗസലാണ്? മിർസ ആലിബിന്റെ ഗസലാണ്. ഓക്കെ, ആലിബ് അപ്നെ മെഹബൂബ് സെ കിസ് തരഹ കാ തഹല്ലുക് ബർഖരാർ രഖ്നാ ചാഹ്താ ഹെ. ആലിബ് ഈ ഒരു ഗസലിലൂടെ അപ്നെ മെഹബൂബ് സെ, തന്റെ കാമുകിയോട്, കിസ് തരഹ കാ തഹല്ലുക്, ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണ് ബർഖരാർ രഖ്നാ ചാഹ്താ ഹെ, നിലനിർത്താൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആലിബ് തന്റെ കാമുകിയോട് ഏത് തരത്തിലുള്ള ബന്ധമാണ് കൂടുതൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത്? ജേൽ കെ ഷീർ കെ പേഷ് നസർ
നസർ അപ്നെ ഹയാലാത്ത് വാസി കീജിയെ. തന്നിരിക്കുന്ന ഈ ഷെയറിന്റെ പ്രത്യേകതക്കനുസരിച്ച് നമ്മുടെ ചിന്ത, നമ്മുടെ ആശയം വാസി കീജിയെ വിശദീകരിക്കാൻ പറയാണ്. ഓക്കെ, അതുപോലെ ആലിബ് കെ ബാരെ മേ ആപ്കോ ക്യാ ജാനത്തെ ഹൈ, ആലിബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതും നോട്ട് ചെയ്ത് പഠിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ എക്സാമിനകത്ത് ചോദിക്കും. ഓക്കെ, സെക്കൻഡ് യൂണിറ്റ് അകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം നമ്മുടെ ഈ എക്സാമിനോട്ട് വരും കേട്ടോ. സെക്കൻഡും തേർഡ് യൂണിറ്റും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്തപോലെ 8ാമത്തെ ചാപ്റ്റർ ആണ് ഹേ ജിസ്കി ജബാൻ ഉറുദു കി തര. ഉറുദു ഭാഷയെ പോലെ, ഉറുദു ഭാഷയെ പോലെ ഏത് ഭാഷയാണ് ഉള്ളത് അല്ലേ? ഹേ ജിസ്കി ജബാൻ ഉറുദു കി തര. എന്താണ് പ്രത്യേകത? ഹിന്ദുസ്ഥാനി സിനിമ കാ ആഗാസ് ഉറുദു സെ ഹുവാ था. ഹിന്ദുസ്ഥാനി ഫിലിമിന്റെ തുടക്കം തന്നെ ഉറുദു ഭാഷയിലൂടെയായിരുന്നു. പഹലി ബോൽത്തി ഫിലിം, ആദ്യത്തെ സംസാര ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള ഫിലിം ആലം ആരാ 1931 ഉറുദു ജബാൻ മേ ലിഖാ ഹെ. ഉറുദു ഭാഷയിലാണ് ആലം ആരാ എന്ന ആദ്യത്തെ ഫിലിം ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു വൺ വേർഡ് ചോദ്യമായിട്ട് വരും കേട്ടോ. ഇനി ഇവിടുന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഉറുദു കെ ബഡേ ബഡേ ഷാഹിറോനെ. ഉറുദുവിലെ ഒരുപാട് വലിയ വലിയ കവിമാരെന്ത് ചെയ്തിട്ടുണ്ട്? ഹിന്ദുസ്ഥാനി ഫിലിം കോ, ഇന്ത്യൻ ഫിലിമിനെ ബേഹദ് അങ്ങേയറ്റം മെയാരി, അതാണ് നിലവാരമുള്ളതും മക്ബൂൽ തെരീൻ സ്വീകാര്യമുള്ളതുമാക്കി മാറ്റിയിട്ടുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഗീത് ദിയേഹിം, ഒരുപാട് കവിതകൾ ഹിന്ദുസ്ഥാനി ഫിലിമിന് നൽകിയിട്ടുണ്ട്. ഐസി കിസി ഏക് ഷാഹിർ പർ, അത്തരത്തിൽ കവിതകൾ സമ്മാനിച്ച ഏതെങ്കിലും ഏക് ഷാഹിർ പർ, ഒരു കവിയെ കുറിച്ച് ഇസ്ഹാർ ഹിയാൽ കീജിയെ, ആശയം പങ്കുവെച്ചാലും നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാലും. മൂന്നാമത് മറ്റൊരു ചോദ്യം, ഹിന്ദുസ്ഥാനി ഫിലിമോമേ, ഇന്ത്യൻ ഫിലിമുകളിൽ ഉറുദുമേ ലിഖേ ഗയേ, ഉറുദുവിൽ എഴുതിയിട്ടുള്ള കൗമി ഗീതോം കി താദാദ്, ദേശീയ ഗാനങ്ങളുടെ താദാദ് എണ്ണം ബേശുമാർ ഹേ, ഒരുപാടുണ്ട്. ഇസ് പർ മഅലൂമാത്ത് ഹാസിൽ കർ, അതിൽ മഅലൂമാത്ത് ഹാസിൽ കർ, വിവരങ്ങൾ ശേഖരിച്ചിട്ട് ഏക റിപ്പോർട്ട് തയ്യാർ കീജിയെ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ഓക്കെ, അടുത്തത് 9ാമത്തെ ചാപ്റ്റർ ആണ്. അതുവരെയാണ് നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന്, നാളെ വരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ചാപ്റ്റർ വരെ ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാകുക. ദിൽ ധഡക്നെ കാ സബബ് യാദ് ആയ, തെരി യാദ് തീ അബ് യാദ് ആയ. ഈ ഒരു ഗസൽ ആരുടേതാണ്? നാസിർ ഖാസിമി എഴുതിയിട്ടുള്ള ഗസലാണ് അല്ലേ? യാദ് ആയ എന്നുള്ള എന്താണ് ഈ വരികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അവിടെ നമുക്ക് മനസ്സിലാകും അത് നാസിർ ഖാസിമിയുടെ ഗസലാണെന്ന്. അതേപോലെ തന്നെ ഗസൽ ഇഷ്ക് മുജ്കോ നഹി വഹ്ശത് ഹി സഹി, ഈ സഹി എന്നുള്ള വേർഡ് കാണുമ്പോൾ മനസ്സിലാക്കുക ഇത് ഗാലിബിന്റെ ഗസലാണെന്ന്. ഓക്കെ, 2 ഗസലുകളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 2ാമത്തെ ഗസൽ ആരുടേതാണ്? നാസിർ ഖാസിമിയുടേതാണ്. അദ്ദേഹത്തിന്റെ ഗസലിന്റെ അവസാനത്തിൽ എന്ത് കാണാം? യാദ് ആയ എന്നുള്ള വേർഡ് കാണാം കേട്ടോ. നാസിർ ഖാസിമി की गजल में, നാസിർ ഖാസിമിന്റെ ഗസലിൽ एक खास तरह की, ഒരു പ്രത്യേക തരത്തിലുള്ള ഉദാസി की ഫസ चाहिए, ഒരു ഏകാന്തതയുടെ, ഒരു ഒറ്റപ്പെടലിന്റെ എന്താണ്, ഒരു വേദനയുടെയൊക്കെ ഫസ, ഒരു അന്തരീക്ഷം നമുക്ക് ചായ് ഹുയിയെ കാണാൻ സാധിക്കും. ഇസ്കെ പേഷ് നസർമേ, അദ്ദേഹത്തിന്റെ കവിതയുടെ ആശയത്തിനനുസരിച്ച് നാസിർ ഖാസിമിയുടെ ഷാഹിരി പർ, അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് ഏക മുഖ്തസിർ നോട്ട് ലിഖിയെ, ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ, മുഖ്തസിർ നോട്ട് ലിഖിയെ, ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. അതായത് അദ്ദേഹം ഈ ഒരു ഗസലിലൂടെ ഇങ്ങനെ പറയാണ്, ദിൽ തടഗ്നെ കാ സബബ് യാദ് ആയ, ദിൽ തടഗ്നെ കാ സബബ് യാദ് ആയ, എൻ്റെ മനസ്സ് പിടയുന്നതിന്റെ സബബ്, കാരണം യാദ് ആയ, എനിക്ക് ഓർമ്മ വന്നു. അതെന്തായിരുന്നു? ഓ തെരി യാദ് തീ, അത് നിന്നെ കുറിച്ചുള്ള ഓർമ്മയായിരുന്നു. അബ് യാദ് ആയ, നിന്നെ കുറിച്ചുള്ള ഓർമ്മ എനിക്ക് വന്ന സമയത്ത് ദിൽ തടക്കന, എൻ്റെ മനസ്സിങ്ങനെ തടക്കന, പിടക്കാൻ തുടങ്ങി. അതായിരുന്നു അതിന്റെ കാരണം, അവളെ കുറിച്ച് ഓർത്തപ്പോൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ഗസലിന്റെ ഭംഗി എന്താണ് അദ്ദേഹത്തിന്റെ ഗസലിന്റെ പ്രത്യേകത? മുഖ്തസിർ നോട്ട് ലിഖിയെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മറ്റു ചോദ്യം, ഗസൽ ഏക് ഖാസ് സിൻഫ് സുഹനെ, ഗസൽ ഒരു പ്രത്യേക സിൻഫ് സുഹനാകുന്നു അല്ലേ? നമുക്കറിയാം ഉറുദു ഷായരിക്ക് ആബ്രുഹെ, അത് ഉറുദു കവിതയുടെ തന്നെ അഭിമാനമാണ്. ഗസൽ കി ഹുസൂസിയാത്ത് ബയാൻ കീജിയെ, ഗസലിന്റെ പ്രത്യേകത എഴുതിയാലും. അതുപോലെ ഗസൽ ഔർ നസം, ഗസലും അതുപോലെ തന്നെ കവിതയായിട്ടുള്ള നസമും ഉറുദു ഷാഹിരിക്ക് അഹം സിൻഫെ, ഉറുദു കവിതയുടെ പ്രധാനപ്പെട്ട 2 സിൻഫുകളാകുന്നു. ഉൻ ദോനോ കാ, ഇത് രണ്ടിനെയും മവാസാന, താരതമ്യം ചെയ്തിട്ട് അപ്നെ അൽഫാസിനെ കീജിയെ. നോക്കൂ, ഗസൽ ഔർ നസം, ഗസലും അതുപോലെ തന്നെ നസമും എന്താണ്? ഉറുദു ഷാഹിരിക്ക്, ഉറുദു കവിതയുടെ അഹം സിൻഫെ, 2 പ്രധാനപ്പെട്ട സിൻഫുകളാണ്. ഉൻ ദോനോ കാ, ഇത് രണ്ടിനെയും മവാസാന, താരതമ്യം ചെയ്തിട്ട് അപ്നെ അൽഫാസ്മേ, നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിലൂടെ ബയാൻ കീജിയെ, വിവരിച്ചാലും. ഇത്തരം ചോദ്യങ്ങളായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, എക്സാമിന് വരിക. ഏകദേശം ഈ 9 ചാപ്റ്ററിൽ നിന്നായിരിക്കും നമുക്ക്
ക്വസ്റ്റ്യൻസുകൾ വരിക. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചതുപോലെയല്ല, +1-നകത്ത് നമുക്ക് 80 മാർക്ക് നേടണം. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. നന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ ഒരുങ്ങുക. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക. സബ്കോ ശുക്രിയ. ഖുദാ ഹാഫിസ്. ബൈ.